ചാമ്പ്യൻസ് ലീഗ് സമയം മാറ്റിയിരിക്കുകയാണ്. ഇനി ഉറക്കമൊഴിച്ചൊന്നും കളി കാണണ്ട. യെസ്, ആർസണൽ vs PSG മത്സരം നടക്കാൻ പോകുന്നത് ശനിയാഴ്ച രാത്രി 9:30-ക്കാണ്. പിറ്റേന്ന് ഞായറാഴ്ചയും. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച്, ഏഷ്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഒരു ഗ്രേറ്റ് ഡിസിഷനാണ് യുഎഫ എടുത്തിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമയത്തിൽ ഇത്തരമൊരു മാറ്റം യുഎഫ കൊണ്ടുവരുന്നത്. സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് രാത്രി 12:30-ക്കാണ് മോസ്റ്റ് ഓഫ് ദി മാച്ചും, ഫൈനൽ ഉൾപ്പെടെ മോസ്റ്റ് ഓഫ് ദി മാച്ചും നമ്മൾ രാത്രി 12:30-ക്കാണ് കാണുന്നത്. അതാണ് രാത്രി 9:30-ലേക്ക് യുഎഫ മാറ്റിയിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 കാരണങ്ങൾ കൊണ്ടാണ് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തെ മാറ്റാനുള്ള കാരണമായിട്ട് ChatGPT പറയുന്നത്. അതിൽ ഒന്നാമതായിട്ടുള്ളത് ദ ഏഷ്യൻ മാർക്കറ്റ്. ഏഷ്യൻ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് യുഎഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മത്സരം മാറ്റിയിരിക്കുന്നത്. സ്പോൺസർഷിപ്പിലൂടെയും വ്യൂവർഷിപ്പിലൂടെയും വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ യുഎഫക്ക് സാധിക്കും എന്നുള്ളതാണ്. കാരണം എന്താണ്? ലോകത്തുള്ള രാജ്യങ്ങളിൽ, പോപ്പുലേറ്റഡ് രാജ്യങ്ങളിൽ അധികവും ഏഷ്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ ആരാധകർക്ക്, ഫുട്ബോൾ ആരാധകരിലേക്ക് കൂടുതൽ ഫുട്ബോളിനെ എത്തിക്കാൻ യുഎഫക്ക് സാധിച്ചാൽ അത് വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏഷ്യയിൽ നിന്നുള്ള ബ്രാൻഡുകളുടെ സ്പോൺസർഷിപ്പും യുഎഫക്ക് എത്തുമെന്നുള്ളതാണ്. അതിലൂടെയും അഡ്വർടൈസ്മെൻറ്റ് റവന്യൂവും യുഎഫക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ടുള്ളത് താരങ്ങളുടെ റെസ്റ്റാണ്. പ്രത്യേകിച്ച് ഫിഫ വേൾഡ് കപ്പ് വരാനിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സീസണിൽ താരങ്ങൾക്ക് സമ്മർ വെക്കേഷൻ ലഭിക്കുകയില്ല. വേൾഡ് കപ്പ് കഴിയുന്നു, അടുത്ത സീസൺ തുടങ്ങുന്നു. ആ ഒരു രീതിയിലായിരിക്കും സിസ്റ്റം പോകുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സുകൾക്ക് കൂടുതൽ റെസ്റ്റ് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇത്തരമൊരു ഡിസിഷനിലേക്ക് യുഎഫ എത്തിയത് എന്നാണ് രണ്ടാമതായിട്ട് പറയുന്നത്. സാധാരണ ചാമ്പ്യൻസ് ലീഗ് മത്സരം യൂറോപ്യൻ സമയം 9 മണിക്കാണ് മത്സരം തുടങ്ങുന്നത്. അതായത് ഇന്ത്യൻ സമയം രാത്രി 12:30-ക്കാണെങ്കിൽ ആ സമയം യൂറോപ്പിൽ 9 മണിക്കാണ് യുഎഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഓരോ മത്സരവും തുടങ്ങുന്നത്. അത് 9 മണിക്ക് തുടങ്ങിയാൽ 2 മണിക്കൂർ മത്സരം കഴിയുമ്പോൾ അത് 11 മണിയാകുന്നു. പിന്നീട് പ്ലേയേഴ്സിന് അതൊരു റെസ്റ്റ് എടുക്കാനുള്ള സമയം ഇല്ലാതാകുന്നു. പിന്നെ വേൾഡ് കപ്പ് വരുന്നു. അത് കുറച്ച് ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള കാരണമായതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഡിസിഷനിലേക്ക് യുഎഫ എത്തിയിരിക്കുന്നത്. മൂന്നാമതായി ഫാമിലി ഫ്രണ്ട്സ് ദെയർ ടൈമിങ്സ് ആണ്. അതായത് ദൂരെ ഇടങ്ങളിൽ നിന്ന്, പലയിടത്തു നിന്നും കളി കാണാൻ വരുന്ന ആരാധകരുണ്ടല്ലോ, അവരൊക്കെ തിരിച്ചു പോകുന്ന സമയത്തിനുള്ള വാല്യൂ നൽകിക്കൊണ്ടാണ് യുഎഫ ഇത്തരമൊരു ഡിസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഒരുപാട് ആളുകൾ സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരുന്നു, മത്സരം കഴിയുന്നു, മത്സരത്തിന് തിരിച്ചു പോകുന്ന സമയം അത് രാത്രി അർദ്ധരാത്രിയോട് അടുക്കുമ്പോഴൊക്കെയാണ്. അതായത് രാത്രി 9 മണിക്കാണ് യുഎഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ മത്സരം തുടങ്ങുന്നത് എങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ മത്സരം കഴിയുന്നു, മത്സരത്തിൻ്റെ മറ്റ് കിരീട പരിപാടികളൊക്കെ കഴിയുന്നു. അതൊക്കെ കഴിഞ്ഞ് ആരാധകർ തിരിച്ചു പോകുമ്പോഴേക്കും രാത്രി 12-1 മണിയൊക്കെ ആകുന്നു. അതിനെയൊക്കെ മാനിച്ചാണ് ആ സമയത്തിൽ മാറ്റങ്ങൾ യുഎഫ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ രാത്രി പോകൽ അല്പം ബുദ്ധിമുട്ടേറിയതാണ്. അതുകൊണ്ട് തന്നെയാണ് യുഎഫ അത്തരമൊരു ഡിസിഷനിലേക്ക് യുഎഫയെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് നെക്സ്റ്റ് സീസൺ മുതൽ എല്ലാ മത്സരത്തിലും ഉണ്ടാകുമോ എന്നൊന്നും വ്യക്തമായിട്ടില്ല. എത്രത്തോളം ഈ ഡിസിഷൻ എഫക്റ്റീവാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു രീതിയിലേക്ക് വരണമെന്ന് തന്നെയാണ് ഓരോ ആരാധകരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. ഇനി മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വേൾഡ് കപ്പിന് മുമ്പ് നടക്കുന്ന കലാശ പോരാട്ടം ആർസണൽ vs PSG മത്സരം, അതൊരു ഗംഭീര മത്സരമായിരിക്കും. ബുഡാപെസ്റ്റിലാണ് നടക്കുന്നത്, അങ്ങ് ഹംഗറിയിലാണ്. ഒരു ഭാഗത്ത് ലൂയിസ് എൻറിക്കയുടെ PSG, ലോക ഫുട്ബോളിൽ നിലവിൽ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ത്രയുള്ള PSG ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ദ ബെസ്റ്റ് ഡിഫൻസ് ഉള്ള ആർട്ടേറ്റയുടെ ആർസണലാണ് മറുഭാഗത്തുള്ളത്. തീർത്തും ഒരു ഗംഭീര പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത്. പ്രീമിയർ ലീഗൊക്കെ നേടി ഒരു ഹൈ കോൺഫിഡൻസിലാണ് ആർട്ടേറ്റ. അതുപോലെ തന്നെ ഈ ചാമ്പ്യൻസ് ലീഗിൽ ഒരൊറ്റ തോൽവി പോലും ആർട്ടേറ്റ ഏറ്റുവാങ്ങിയിട്ടില്ല. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത, മറിച്ച് നേടാൻ പലതുള്ള, ചരിത്രം തന്നെ തീർക്കാനുള്ള 22 വർഷത്തിന് ശേഷം ഇപ്പോൾ പ്രീമിയർ ലീഗ് നേടി നിൽക്കുന്ന ആർസണൽ ഇപ്പോൾ കന്നി UCL കിരീടത്തിന് വേണ്ടി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ആർസണൽ ആരാധകരെ സംബന്ധിച്ച് ഇതൊരു ഇമോഷണൽ സംഭവമാണ്. ഇനി PSG കാര്യം നോക്കുമ്പോൾ PSG ബാക്ക് ടു ബാക്ക് ആണ്. തുടർച്ചയായി 2ാം തവണയാണ് ഇപ്പോൾ UCLൻ്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അവർ കഴിഞ്ഞ വർഷം വരെ ചാമ്പ്യൻസ് ലീഗ് ഇല്ലാത്ത ഒരു ശാപം കഴിഞ്ഞ വർഷത്തോടു കൂടി അവർ തീർത്തിരിക്കുന്നു. ലൂയിസ് എൻറിക്കയുടെ കീഴിൽ തങ്ങളുടെ ആദ്യ UCL കിരീടം സ്വന്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ തുടർച്ചയായി 2ാം വർഷവും 2ാം സീസണിലും ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് ലൂയിസ് എൻറിക്കയുടെ PSG എത്തിയിരിക്കുകയാണ്. ലൂയിസ് എൻറിക്ക മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു UCL അടിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം അത് ബാക്ക് ടു ബാക്ക്, അത് തുടർച്ചയായിട്ട് അടിക്കലാണ് എന്നുള്ളത്. ശരിയാണ്, തുടർച്ചയായിട്ട്
ചാമ്പ്യൻസ് ലീഗ് അടിക്കൽ അല്പം ബുദ്ധിമുട്ടാണ്. ബാക്ക് ടു ബാക്ക് UCL നേടുന്ന ടീമുകളോടൊപ്പം PSG ചേർത്ത് വായിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഹിസ്റ്ററി ആർസണലിനെ കനിയുമോ? സമയം മറക്കണ്ട, രാത്രി 9:30